ഏതൊരു സാഹചര്യത്തിലാണ് ദിലീപിനെ വെറുതെ വിട്ടത് എന്ന് തന്നെയാണ് എല്ലാവരും നോക്കിക്കാണുന്നത്. പ്രത്യേകിച്ച് അത് വന്ന ശേഷമായിരിക്കും, അത് കൃത്യമായി പഠിച്ച ശേഷമായിരിക്കും ഈ അപ്പീലെടുക്കുക. അപ്പീൽ പോകുമെന്ന് കഴിഞ്ഞ ദിവസം നിയമമന്ത്രി പറഞ്ഞിരുന്നു. എങ്കിൽ പോലും ഈ വിധിപ്പകർപ്പ് കൃത്യമായി പഠിച്ച ശേഷമായിരിക്കും അപ്പീൽ പോകുന്നടക്കമുള്ള കാര്യങ്ങളിൽ കൂടുതൽ തീരുമാനം. എങ്ങനെയാണ് ഈ കേസ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്? ഏതായാലും മേൽക്കോടതിയിലേക്ക് പോകുമെന്ന് അതിജീവിതയുടെ അഭിഭാഷകയും അല്ലെങ്കിൽ നിയമമന്ത്രിയും നേരത്തെ വ്യക്തമാക്കിയിരുന്നു. അപ്പോൾ എങ്ങനെയാണ് ഇനി മേൽക്കോടതിയിൽ പോകേണ്ടത്? ഏതൊക്കെ തെളിവുകളാണ് ദിലീപിനെതിരെ തെളിയിക്കപ്പെടാതെ പോയത്? തങ്ങൾ ഹാജരാക്കിയ തെളിവുകൾ അല്ലെങ്കിൽ ഏതൊക്കെ സാക്ഷിമൊഴികൾ എന്തൊക്കെ ആണ് ഇനി മുന്നോട്ട് പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട അടക്കമുള്ള കാര്യങ്ങൾ ഈ വിധിപ്പകർപ്പ് പുറത്തു വന്ന ശേഷമായിരിക്കും കൃത്യമായി പഠിക്കുക. അപ്പോൾ ഈ വിധിപ്പകർപ്പ് പുറത്തു വരുന്നതിന് വേണ്ടിയാണ് എല്ലാവരും കാത്തിരിക്കുന്നത്. അതിൽ കൃത്യമായി തന്നെ ഈ ഏതൊക്കെ തെളിവുകളാണ് ഹാജരാക്കിയത്, ഈ തെളിവുകൾ എന്തുകൊണ്ടാണ് കോടതിക്ക് മുമ്പിൽ അംഗീകരിക്കപ്പെടാതെ പോയതെന്ന കാര്യങ്ങളെല്ലാം തന്നെ ഈ വിധിപ്പകർപ്പിൽ കൃത്യമായി ഉണ്ടായിരിക്കും. അപ്പോൾ ശിക്ഷാവിധി ഇന്നുണ്ടായാൽ ഒരുപക്ഷെ ഇന്ന് വൈകിട്ട് തന്നെ ഈ വിധിപ്പകർപ്പ് പുറത്തു വരും. അതല്ല, ഇന്ന് ശിക്ഷാവിധിന്മേലുള്ള വാദം കഴിഞ്ഞ് മറ്റൊരു ദിവസത്തേക്ക് ഇത് മാറ്റിവെക്കുകയാണെങ്കിൽ ഈ ശിക്ഷാവിധി പ്രഖ്യാപിച്ച ശേഷമായിരിക്കും ഈ വിധിപ്പകർപ്പ് പുറത്തു വരിക. ഏതായാലും ഈ ശിക്ഷാവിധിയേക്കാൾ കൂടുതൽ ദിലീപിനെ എന്തുകൊണ്ട് പുറത്തുവിട്ടു അല്ലെങ്കിൽ ദിലീപിനെ എന്തുകൊണ്ട് കുറ്റവിമുക്തനാക്കിയെന്ന കാര്യം തന്നെയാണ് അറിയാൻ കൂടുതൽ ആളുകളും കാത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ വിധിപ്പകർപ്പ് പുറത്തുവരട്ടെ എന്ന് കൂടുതൽ ആളുകളും പ്രതികരിക്കുന്നത്. അജിംസ്. ശരി നിതിൻ, ഇപ്പോൾ മുഹമ്മദ് ആഷിഖ് കൂടി ചേരുന്നു. ആഷിഖ്, ഇവരെ വിയൂർ സെൻട്രൽ ജയിലിൽ നിന്ന് കോടതിയിലേക്ക് കൊണ്ടുവന്നോ പ്രതികളെ? അജിംസ്, നിലവിൽ അവർ ഇതുവരെ കോടതി പരിസരത്തേക്ക് എത്തിയിട്ടില്ല. വിയൂർ സെൻട്രൽ ജയിലിൽ നിന്ന് രാവിലെ ഏതാണ്ട് 8:30 പ്രതികളെ 6 പ്രതികളെയും പുറത്തേക്ക് കൊണ്ടുവന്നിരുന്നു. പിന്നീട് വൈദ്യപരിശോധനയ്ക്ക് വേണ്ടി ആലുവയിലുള്ള ഗവൺമെന്റ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയാണ് ചെയ്തത്. ഏറ്റവും ഉടനെ തന്നെ കോടതി പരിസരത്തിലേക്ക് കവചിത വാഹനത്തിൽ 6 പ്രതികളെയും ഇവിടേക്ക് എത്തിക്കും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്ന് വെച്ചാൽ ഈ കേസിൽ കുറ്റവാളികളാണ് എന്ന് കോടതി കണ്ടെത്തിയ പൾസർ സുനിൽ എന്ന NS സുനിൽ, മാർട്ടിൻ ആന്റണി, B മണികണ്ഠൻ, VP വിജേഷ്, H സലാം എന്ന വടിവാൾ സലീം, പ്രദീപ് എന്നീ 6 പ്രതികളെയും ഉടനടി തന്നെ ഈ കോടതി പരിസരത്തേക്ക് എത്തിക്കും എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. അതിനുള്ള സജ്ജീകരണങ്ങൾ പോലീസ് അടക്കമുള്ളവർ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. പ്രാഥമികമായി ഈ കേസുമായി ബന്ധപ്പെട്ട് കോടതിയിൽ ഹാജരായ കഴിഞ്ഞ ദിവസം വിധി പ്രസ്താവനത്തിന് വേണ്ടി ഇവിടെ ഹാജരായ പ്രതികളെ കവചിത വാഹനത്തിലായിരുന്നു വിയൂർ ജയിലിലേക്ക് കൊണ്ടുപോയത്. വിധിക്ക് ശേഷം അവർ 6 പേരെയും വിയൂർ ജയിലിലേക്ക് കൊണ്ടുപോയിരുന്നു. കഴിഞ്ഞ 2-3 ദിവസങ്ങളെല്ലാം തന്നെയും അവർ അവിടെയായിരുന്നു കഴിഞ്ഞു വന്നിരുന്നത്. ഇന്ന് രാവിലെ ഏതാണ്ട് 8:30 ജയിലിൽ നിന്ന് പ്രതികളെ 6 പേരെയും പുറത്തേക്ക് ഇറക്കിയിട്ടുള്ളത്. ഏറ്റവും വേഗത്തിൽ ഇവിടെ എത്തിക്കാൻ കഴിയും എന്നാണ് കോടതി ചേരുന്ന സമയത്ത് 11 മണിയോടുകൂടി പ്രതികൾ എന്തായാലും കോടതിയിൽ ഹാജരാകേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഏറ്റവും ഉടനെ തന്നെ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ്. തൊട്ടടുത്ത മിനിറ്റുകൾക്കുള്ളിൽ തന്നെ ഇവിടെ എത്തും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇവിടെ വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾ കോടതി പരിസരത്ത് പോലീസിന്റെ നേതൃത്വത്തിൽ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. പ്രത്യേകിച്ച് വലിയ സെൻസിറ്റീവായ ഒരു വിഷയം എന്ന നിലയിൽ പ്രതികളുടെ സുരക്ഷ കൂടി പരിഗണിച്ചുകൊണ്ടുള്ള നിയന്ത്രണങ്ങൾ കോടതി പരിസരത്ത് പോലീസിന്റെ നേതൃത്വത്തിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. 6 പ്രതികളെയും കോടതിയിൽ ഹാജരാക്കിയ ശേഷമായിരിക്കും ഇന്ന് ശിക്ഷാവിധിയിന്മേലുള്ള വാദം കേൾക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ടത്. ഒരുപക്ഷെ ഉച്ചവരെ ശിക്ഷാവിധിയിന്മേലുള്ള വാദം നീണ്ടുപോയേക്കാമെന്ന് നമ്മൾ കണക്കുകൂട്ടുന്നു. ഉച്ചയ്ക്ക് ശേഷം എന്ത് ശിക്ഷയാണ് 6 പ്രതികൾക്കും ഉണ്ടാവുക എന്നതുകൂടി വ്യക്തത വരും എന്നും കണക്കാക്കുന്നു. അതേസമയം ഒരുപക്ഷെ ഇന്ന് ശിക്ഷാവിധി ഉണ്ടായിട്ടില്ല എന്നുണ്ടെങ്കിൽ എല്ലാവരും കാത്തു നിൽക്കുന്ന വിധിയുടെ പകർപ്പ് പുറത്തു വരുന്നതിന് വീണ്ടും കാലതാമസം എടുക്കുന്ന സാഹചര്യം ഉണ്ടാകും. നമ്മൾ നേരത്തെ നിതിൻ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ ഒരുപക്ഷെ ഇന്ന് ഈ പ്രതികൾക്ക് എന്ത് ശിക്ഷ കിട്ടും എന്നുള്ള ചോദ്യത്തേക്കാൾ കൂടുതൽ ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരും നിരീക്ഷിക്കുന്നവരും എല്ലാം ഉറ്റുനോക്കുന്നത് ഇതിന്റെ ശിക്ഷാവിധിയാണ്. എന്തുകൊണ്ട് ഈ കേസിലെ 8ാം പ്രതിയായിട്ടുള്ള ദിലീപിനെ കുറ്റവിമുക്തനാക്കിക്കൊണ്ട് കോടതി ഒരു വിധി പുറപ്പെടുവിച്ചു, അതിന്റെ വിശദാംശങ്ങൾ എന്തൊക്കെ എന്നുള്ള ചോദ്യമാണ് ഇന്നേ ദിവസം ഏറ്റവും പ്രസക്തമായും ഉയരുന്നത്. അതിനൊപ്പമാണ് ഇപ്പോൾ ഈ കേസിൽ കുറ്റവാളികൾ എന്ന് വിധിക്കപ്പെട്ട 6 പ്രതികൾക്ക് എന്ത് ശിക്ഷ ലഭിക്കും എന്നുള്ള ചോദ്യം കൂടി ഉയരുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ടത് കൂട്ടബലാത്സംഗം അടക്കമുള്ള ഗുരുതരമായ കുറ്റങ്ങൾ ഈ പ്രതികൾ ചെയ്തിട്ടുണ്ട് എന്ന് തെളിഞ്ഞിട്ടുള്ളതാണ്. കോടതി അതുമായി ബന്ധപ്പെട്ട വിധി പുറപ്പെടുവിച്ചിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ എന്ത് ശിക്ഷ കോടതി ഇവർക്ക് വിധിക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഏതായാലും ഈ 6 പ്രതികളും അല്പസമയത്തിനകം കോടതി പരിസരത്തേക്ക് എത്തും. 11 മണിക്ക് കോടതി